അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനിടയിൽ മറ്റൊരു സംഭവമുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നുവല്ലോ അത്. അതേസമയം പ്രബോധനം എന്ന തൻ്റെ ദൗത്യത്തിൻ്റെ മുമ്പിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ട്. ആയതുകൊണ്ട് കുടുംബജീവിതം, കുട്ടികളെ നോക്കൽ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും മഹാനായ നബി വല്ലാതെ ചെവി കൊടുക്കാതെ, മനസ്സ് കൊടുക്കാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഖൗല ബിന്ത് ഹക്കീം റളിയല്ലാഹു അൻഹ നബിയുടെ വീട്ടിലേക്ക് വന്നു. അവർ നബിയോട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സഹാബി വനിതയായിരുന്നു. ആദ്യകാലത്തെ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള സഹാബി വനിതകളിൽ ഒരാൾ. മാത്രമല്ല മഹാനായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു അവർ. അതൊരു വലിയ ബന്ധമായിരുന്നു. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ബർറയുടെ മകനായിരുന്നു ഉസ്മാൻ ബിൻ മൽഊൻ. ആ ബന്ധം വലിയ ഗാഢമായ ബന്ധമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഉസ്മാൻ ബിൻ മൽഊൻ മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഹിജ്റ വർഷം 4. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ഉസ്മാൻ ബിൻ മൽഊനെ, അദ്ദേഹത്തിൻ്റെ മയ്യിത്തിനെ ചുംബിക്കുകയും ആ മുഖത്തേക്ക് നോക്കി, ദുനിയാവിന് നിങ്ങളിൽ നിന്നൊന്നും കിട്ടിയില്ല, നിങ്ങൾക്കോ ദുനിയാവിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് വിലപിക്കുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല മദീനയിലെ മുഹാജിറുകളിൽ ആദ്യമായി മരണപ്പെട്ട വ്യക്തിയും അദ്ദേഹമായിരുന്നു. ജന്നത്തുൽ ബഖീഅ മഖ്ബറയിൽ ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയും അദ്ദേഹമായിരുന്നു. ഏതായിരുന്നാലും ഖൗല ബിന്ത് ഹക്കീം റളിയല്ലാഹു അൻഹ വന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇന്നി അറാക ഖദ് ദഖലത് ഖല്ല ലിഫഖദി ഖദീജ. ഖദീജയുടെ വേർപാട് കാരണം അങ്ങ് വലിയ മാനസികമായ ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, ഉമ്മുൽ അയാൽ, കുട്ടികളുടെ ഉമ്മയായിരുന്നുവല്ലോ. മാത്രമല്ല വറബ്ബത്തുൽ ബൈത്ത്, വീട്ടുകാരിയുമായിരുന്നുവല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ ചോദിച്ചു, എങ്കിൽ അലാ അഖ്തുബു അലൈക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിച്ച് നോക്കട്ടെ. അപ്പം നബി പറഞ്ഞു, ശരി, അത് പെണ്ണുങ്ങളാണല്ലോ ചെയ്യേണ്ടത്. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കല്യാണ ആലോചനകളൊക്കെ പലപ്പോഴും പുരോഗതിപ്പെടാറുള്ളതും തുടരാറുള്ളതുമെല്ലാം സ്ത്രീകളിലൂടെയായിരുന്നു. അന്നത്തെ ഒരു കൾച്ചർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നബി പറഞ്ഞു, നിങ്ങൾ സ്ത്രീകൾ ആണല്ലോ അതിന് ഏറ്റവും നല്ലത്. ശരി, എന്നാൽ ഞാൻ ഒരു കല്യാണാലോചന പറയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, അങ്ങ് ഉദ്ദേശിക്കുന്നത് കന്യകയെയാണോ അകന്യകയെയാണോ, മുമ്പ് വിവാഹിതയായ ആരെങ്കിലുമാണോ, അല്ല തീരെ വിവാഹിതയല്ലാത്ത ഒരാളെയാണോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, കന്യകയാണ് എങ്കിൽ ആരെയാണ് പറയാനുള്ളത്? അകന്യകയാണ് എങ്കിൽ ആരെയാണ് പറയാനുള്ളത്? ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, കന്യകയെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ ചെറിയ പ്രായമായിരുന്നു ഈ സംസാരം നടക്കുമ്പോൾ. 6 വയസ്സൊക്കെ ആയിരിക്കും അവരുടെ പ്രായം. അപ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകും, പ്രത്യേകിച്ചും അറേബ്യൻ കൾച്ചറിനെ കുറിച്ച്. ആ കൾച്ചറിൽ തന്നെ വൈവാഹിക ജീവിതം എന്ന കൾച്ചറിനെ കുറിച്ച് ധാരണയില്ലാത്തവരും നബിയോടും ഇസ്ലാമിനോടും മുൻ വൈരാഗ്യത്തോടുകൂടെ അല്ലെങ്കിൽ സ്ഥാപിത വൈരാഗ്യത്തോടുകൂടെ സമീപിക്കുന്നവരുമെല്ലാം പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ആ കാലഘട്ടത്തിൽ പൊതുവെ ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. വളരെ പ്രധാനികളായ പ്രശസ്തരായ ആൾക്കാരുടെ മക്കളുമായി
വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് തൻ്റെ ഏറ്റവും അടുത്ത ആളും വലങ്കയ്യുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പ്രയാസകരമായൊരു കാര്യമൊന്നും ആയിരുന്നില്ല. ആൾക്കാർക്ക് അത്ഭുതമുണ്ടാക്കുകയോ ഞെട്ടലുണ്ടാക്കുകയോ ആരെങ്കിലും ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിനെ സംബന്ധിച്ച് നമുക്ക് അവരുടെ വിവാഹത്തിൻ്റെ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. കാരണം നമ്മളത് പറയേണ്ടതുണ്ട്. ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചു പോയ ഒന്നാണ് ആയിഷ ബീവിയുമായുള്ള വിവാഹം. അപ്പോൾ ആയിഷ ബീവിയെയാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്ന് പറഞ്ഞു. തൊട്ടുടനെ പറഞ്ഞു, അല്ല, അകന്യകയെയാണ് താങ്കൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരാളെയാണ്. ആരെയാണെന്നറിയാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.